മറ്റുള്ളവരുടെ മഹത്വവും പ്രശസ്തിയും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. നാം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ സമ്പത്തും അറിവും പ്രദർശിപ്പിക്കുന്നതും ആഡംബരപൂർവ്വം ജീവിക്കുവാൻ പരിശ്രമിക്കുന്നതുമെല്ലാം ഇവയൊക്കെയാണ് എനിക്ക് മഹത്വം നൽകുന്നത് എന്നൊരു ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ മഹത്വം നിശ്ചയിക്കപ്പെടുന്നത്? യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഗ്രീക്കുകാർ യേശുവിനെ തേടുമ്പോൾ യേശുനാഥൻ പറയുന്നു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. മനുഷ്യപുത്രന്റെ മഹത്വം എന്നതുകൊണ്ട് യേശുനാഥൻ എന്താണ് അർത്ഥമാക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 13-31 യേശുനാഥൻ പറയുന്നു, മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ പിതാവായ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 17-4 യേശുനാഥൻ പിതാവിനോട് പറയുന്നു, അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. മനുഷ്യപുത്രന്റെ മഹത്വം എന്നതുകൊണ്ട് യേശുനാഥൻ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പിതാവ് പരമേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം, കുരിശുമരണം എന്ന ദൗത്യത്തിലൂടെ നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന ദൗത്യം പൂർത്തിയാക്കുമ്പോഴാണ് ഒരാൾ മഹത്വപ്പെടുന്നത് എന്ന സത്യമാണ് യേശുനാഥൻ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതിനാൽ പ്രിയ സഹോദരരെ, നാം കരുതുന്നത് പോലെ നമ്മുടെ ആഡംബരപൂർവമായ ജീവിതം കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ അറിവ് കൊണ്ടോ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ മഹത്വം. മറിച്ച് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ആത്മാർത്ഥമായി പൂർത്തിയാക്കുമ്പോഴാണ് ക്രിസ്തുവിനെ പോലെ നാം എല്ലാവരും മഹത്വപ്പെടുന്നത് എന്ന ഒരു ബോധ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മത്തായിയുടെ സുവിശേഷം 5-16 യേശുനാഥൻ പറയുന്നു, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ പിതാവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതങ്ങളിലൂടെയാണ് നാം എല്ലാവരും മഹത്വപ്പെടുന്നത് എന്ന സത്യമാണ് യേശുനാഥൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വീണ്ടും 1 കൊരിന്ത്യർ 10:31 പൗലോസ് പറയുന്നു, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഏത് പ്രവൃത്തികൾ ചെയ്താലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവിൻ. ഈ വചനഭാഗത്തിലൂടെ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് ആത്മാർത്ഥമായി നിറവേറ്റുമ്പോഴാണ് നാം എല്ലാവരും മഹത്വപ്പെടുന്നവരായി മാറുന്നത് എന്ന സത്യമാണ്. അതുകൊണ്ടാണ് കൊളോസ്യോസ്കാർക്ക് എഴുതിയ ലേഖനം 3-17 പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും എന്തു തന്നെ ചെയ്താലും അതെല്ലാം ക്രിസ്തു യേശുവിനോടുകൂടെ പിതാവിന്റെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവിൻ. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, എപ്രകാരമാണ് മഹത്വം എന്നതിനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നതാണോ മഹത്വം, അല്ലെങ്കിൽ നമ്മുടെ ആഡംബരം കൊണ്ടും പ്രശസ്തി കൊണ്ടും നേടിയെടുക്കുവാൻ കഴിവുള്ള ഒന്നാണോ മഹത്വം എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത്? ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുന്നതാണ് യഥാർത്ഥ ദൗത്യം എന്ന ബോധ്യത്തോടുകൂടെ അപ്രകാരം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ആത്മാർത്ഥമായി നിറവേറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-7 ദൈവം പറയുന്നു, എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരെയും ഇവിടെ കൊണ്ടുവരുവിൻ. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാനായി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം വചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഇന്നേ ദിവസം ജീവിത വിശുദ്ധിക്കെതിരായി എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് ഈ ദിവസത്തിൽ മുൻപോട്ട് പോകുവാനും പരിശ്രമിക്കുക. ഈ ദൈവവചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മുടക്കമില്ലാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപുരം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.